എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത്തവണയും 7 ഘട്ടങ്ങളായിട്ടാണ് ലോക്സഭയിലേക്കും കാലാവധി അവശേഷിക്കുന്ന നിയമസഭകളിലേക്കും ഒപ്പം നിയമസഭയിലെ ചില സംസ്ഥാനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളും നടക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ കമ്മീഷനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കമ്മീഷന് നേരെ ഉണ്ടാകുന്ന വിമർശനങ്ങൾക്ക് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിൽ ഓരോ ജില്ലകളിൽ നിന്നുമുള്ള കളക്ടർമാർ നൽകുന്ന റിപ്പോർട്ട് അത് സംസ്ഥാന തലത്തിൽ ക്രോഡീകരിച്ചാണ് ആ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ട ഷെഡ്യൂളുകൾ തീരുമാനിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും ബൂത്തുപിടുത്തം മുതൽ പോളിംഗ് സ്റ്റേഷനുകൾ ആക്രമിച്ച് നശിപ്പിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ അരങ്ങേറുന്ന സംസ്ഥാനങ്ങളാണ് കൂടുതലും ഇന്ത്യയിൽ എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ ഓർക്കണം. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സുരക്ഷാ ഭടന്മാരെ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ കൺമുമ്പിലുണ്ട്. തമിഴ്നാട് പോലീസിൽ നിന്നും കർണാടക പോലീസിൽ നിന്നുമുള്ള ആംഡ് പോലീസ് ബറ്റാലിയനിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അവർ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസങ്ങളിൽ ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു എന്നുള്ള വസ്തുത, ഇവിടുത്തെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടും പോളിംഗ് സമാധാനപരമായി നടത്തുന്നതിനും വേണ്ടി കേരളത്തിലും ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതാണ്. അപ്പോൾ ഇന്ത്യയെ പോലെ ഒരു അതിവിശാലമായിട്ടുള്ള രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പോലീസുകാരുടെ സേവനം ആവശ്യമായിട്ട് വരും. ഒപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെയ്തു തീർക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചും ഓരോ മേഖലയിലും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. ഒരു സംസ്ഥാനത്ത് തന്നെ പല ബൂത്തുകളിലും ക്രമീകരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ബൂത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ കീഴിലല്ല ഒരു സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രഖ്യാപിക്കുന്നത് കമ്മീഷനാണെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അതാത് ജില്ലകളിലുള്ള അല്ലെങ്കിൽ അതാത് സംസ്ഥാനങ്ങളിലുള്ള കേന്ദ്രത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ വരുന്ന ജില്ലാ കളക്ടർമാരും ഒപ്പം അവിടുത്തെ ഭരണകൂടം അനുവദിച്ച് നൽകുന്ന അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന ലിസ്റ്റുകൾ പ്രകാരമുള്ള ചുമതലക്കാരും നേരത്തെ നിശ്ചയിക്കുന്നതാണെങ്കിൽ പോലും അത്തരത്തിലാണ് ഓരോ സംസ്ഥാനത്തുമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ പുനർനിർണയവും പുനർവിന്യാസവും എല്ലാം. അല്ലാതെ സ്ഥിരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ജീവനക്കാരെന്ന നിലയ്ക്ക് വളരെ കുറച്ച് ആളുകൾ മാത്രമേ രാജ്യത്ത് ജോലിയെടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെയുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന BLOമാരാണ്. മറിച്ച് ബാക്കി എല്ലാ സംവിധാനങ്ങളും അതും പല സംസ്ഥാന സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും ജീവനക്കാരായിട്ടുള്ള ആളുകളാണ് BLO ആയിട്ട് വരുന്നത്. ഇലക്ഷൻ്റെ സെക്ടറൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഓരോ വില്ലേജിൻ്റെ ഓഫീസർമാരാണ്. അതിന് മുകളിലോട്ട് തഹസീൽദാർമാർ, അത് കഴിഞ്ഞിട്ട് താലൂക്ക് തലത്തിൽ തഹസീൽദാർമാർ, ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ. അങ്ങനെയാണ് അതിൻ്റെ പ്രോട്ടോക്കോളും അതിൻ്റെ രീതികളും അതിൻ്റെ ഘടനയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരേ ഘട്ടമായി നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഒരേ ഘട്ടമായി നടത്താൻ കഴിഞ്ഞാലും അതെല്ലാം അതാത് സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന അവർ കൈമാറുന്ന വിവരങ്ങൾക്ക് അത് ക്രോഡീകരിച്ചുണ്ടാകുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ അത്തരം ഒരു തീരുമാനം കൈക്കൊള്ളുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പലവട്ടമായാലും ഒരു പ്രാവശ്യമായാലും അതിനകത്ത് വരുന്ന വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി വരുന്ന ജീവനക്കാർ, പോളിംഗ് ഓഫീസർമാർ, പ്രിസൈഡിംഗ് ഓഫീസർ,
മറ്റ് സഹായികൾ അടക്കമുള്ള ആളുകൾ അവരുടെ പുനർനിർണയം, അവരുടെ നിയമനം, അവരുടെ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, ഒപ്പം തന്നെ അവിടുത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുക്കേണ്ട ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള അതിന് കീഴിലുള്ള പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ അങ്ങനെ വളരെ വിശാലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമായി വരുന്ന ഒരു സംവിധാനമാണ് തെരഞ്ഞെടുപ്പ്. ഈ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കാനുള്ള അവസരം ഇനിയും നിലവിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതല്ലാതെ തന്നെ ഇതുവരെ ചേർത്ത വോട്ടർമാരുടെ കണക്ക് പ്രകാരം 96,88,00,000 പരമാണ് നിലവിലുള്ള വോട്ടർ പട്ടികയിൽ ഇതുവരെയായി പേര് തീർത്തിട്ടുള്ള രാജ്യത്തെ വോട്ടർമാർ. അതിൽ ആ വോട്ടർമാരിൽ 1,84,00,000 വോട്ടർമാർ 18-19 വയസ്സ് പ്രായമുള്ള വോട്ടർമാരാണ്. 19,74,00,000 പേർ 20-നും 29-നും ഇടയ്ക്ക് പ്രായമുള്ള വോട്ടർമാരാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു സംവിധാനം ആണ് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ളത്. ഭാവിയിൽ വാഗ്ദാനങ്ങളായി മാറി വോട്ട് ചെയ്യപ്പെടുന്ന ആളുകൾ, അവരുടെ എണ്ണം ഏതാണ്ട് 22 കോടിയോളം ആളുകൾ 29 വയസ്സിൽ താഴെ പ്രായമുള്ള ആളുകളാണ് എന്ന ഒരു വസ്തുത കൂടി ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് പ്രക്രിയ പല ഘട്ടങ്ങളായി നടത്തുന്നത് ഓരോ സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അനുസരിച്ചാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ 7 ഘട്ടം തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങളാണ് അതിലേറിയ പങ്കും. ഇപ്പോൾ ഉത്തർപ്രദേശ് ആയാലും ബംഗാൾ ആയാലും ബീഹാർ ആയാലും മഹാരാഷ്ട്ര ആയാലും എല്ലാം ജനസംഖ്യാപരമായി വളരെ ജനസാന്ദ്രത നിറഞ്ഞ പോപ്പുലേഷൻ കൂടുതലുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെയെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രീതികളും വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് രാഷ്ട്രീയ പാർട്ടികളുടേത്. ഓരോ മേഖലയിലും അവിടുത്തെ പശ്ചാത്തലങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ, അവിടുത്തെ ജനങ്ങളുടെ രീതി, ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങൾ ചേർന്നതാണ്. ബുദ്ധപിടുത്തം, അക്രമങ്ങൾ, ക്രമസമാധാന പ്രശ്നം, ഇതെല്ലാം കണക്കിലെടുത്താണ് തെരഞ്ഞെടുപ്പ് തീയതി കേന്ദ്രം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർണയിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ടാവണം. അതിനെ വിമർശിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവാനില്ല. ആരെങ്കിലുമൊക്കെ കേട്ടതെന്ന് കൈയടിക്കും. അതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പറയത്തക്ക നേട്ടങ്ങളൊന്നും ഉണ്ടാകാനില്ല. കാരണം അതാത് സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങളും അതാത് പ്രദേശങ്ങളിലെ രീതികളും അതാത് രാജ്യത്തെ വോട്ടർമാർക്ക് അറിയാം എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് ഇവിടെ എല്ലാവർക്കും ഒരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസത്തിൽ 2ാമത്തെ ഷെഡ്യൂളിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പ് തീയതി അത് ചില വിഭാഗങ്ങൾക്ക്, മതവിഭാഗങ്ങൾക്ക് അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് അവർക്ക് അതിനിടയ്ക്ക് വരുന്ന ഒരു 2 മണിക്കൂർ സമയം വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാത്ത അവരുടെ പ്രാർത്ഥനാ സമയമാണെന്നുള്ളത് കൊണ്ട് തെരഞ്ഞെടുപ്പ് തീയതിയിൽ മാറ്റം വരുത്തണം എന്നുള്ള ആവശ്യം ആ സമുദായത്തിൻ്റേതായിട്ടുള്ള സംഘടനകൾ സർക്കാരിന് മുമ്പിലും പൊതുവേദികളിലും വച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഒരു പുറമിരിക്കെ
കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി വരുന്നത് ഏപ്രിൽ 26 എന്ന് പറയുന്ന തീയതിയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ പിന്നെയും ഏതാണ്ട് ഒരു മാസത്തിലേറെ കാലം കാത്തിരിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇവിടെ കേരളത്തിലെ വോട്ട് ചെയ്യുന്ന വോട്ടർമാർക്കുള്ളത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പ് ഘട്ടം 7 ഘട്ടമായി നടത്തുകയോ 8 ഘട്ടമായി നടത്തുകയോ അത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ എടുക്കുന്നില്ല. എങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം നീണ്ടുപോകുന്നൊരു ഷെഡ്യൂൾ അത് ജനാധിപത്യത്തിന് ഒരു വെല്ലുവിളി തന്നെയാണ്. 2029 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഉള്ള ആ ഒരു ഷെഡ്യൂൾ അത് ഒരു വിരോധാഭാസമായി മാത്രമേ കാണാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ സമയപരിധി നിശ്ചയിക്കുമ്പോൾ ഇത്രയധികം ദൈർഘ്യം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം എന്നതാണ് നമ്മുടെ ബോധ്യത്തിലുള്ളത്. അതൊരു പുറമിരിക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും നോമിനേഷൻ ഫയൽ ചെയ്യാനുള്ള ദിവസങ്ങൾ ഏതാണ്ട് അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ ഇനിയും പൂർത്തിയാക്കാൻ കഴിയാതെ പ്രതിപക്ഷ ഭരണപക്ഷ പാർട്ടികൾ വളരെയധികം ബുദ്ധിമുട്ടുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. BJPക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധിയും നടത്തുന്ന യാത്രകൾ, ആ യാത്രകളും പൊതുയോഗങ്ങളുമെല്ലാം അനുസ്യൂതം നടക്കുന്നുണ്ട്. എങ്കിൽ പോലും പല സംസ്ഥാനങ്ങളിലും ഇനിയും സഖ്യങ്ങൾ പൂർത്തീകരിക്കുവാനോ സീറ്റ് വിഭജനം പൂർത്തീകരിക്കുവാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദോഷകരമായിട്ടുള്ള വസ്തുത. സ്വാഭാവികമായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തെരഞ്ഞെടുപ്പ് പോരാട്ടം അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പല മണ്ഡലങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരവും ഒപ്പം തന്നെ നിലവിൽ സീറ്റുകൾ വിജയിച്ചിട്ടുള്ള മുന്നണിക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ രണ്ടാമത്തെ സീറ്റ് ആഗ്രഹിക്കുന്ന മുന്നണിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ടെത്തിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിലെ ഭരണകക്ഷിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ കാലാവധി, പ്രചരണത്തിനുള്ള അവസരം ഇതെല്ലാം നീണ്ടുപോകുമ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത്, തെരഞ്ഞെടുപ്പിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവാക്കാൻ കഴിയുന്ന, തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിക്കാൻ കഴിയുന്ന, തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തുന്നതിന് വേണ്ടി പ്രചണ്ഡമായ പ്രചരണം നടത്തുവാൻ വേണ്ടി കഴിയുന്ന സ്ഥാനാർത്ഥികൾ ഉള്ള പ്രസ്ഥാനങ്ങൾക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ വരെ നടത്തിയ റോഡ് ഷോയും അതിനു മുമ്പ് നടത്തിയ പദയാത്രകളും എല്ലാം അവസാനിപ്പിച്ച് ഇനി സ്ഥാനാർത്ഥികൾ കുടുംബയോഗങ്ങളിലേക്കും വീടുവിടാന്തരം കയറിയിറങ്ങിയുള്ള പ്രചരണ പരിപാടികളിലേക്കും കടക്കാനുള്ള സമയം പോലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ കിട്ടുന്ന അവസരത്തെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതിലാണ് ഇനി ഈ തെരഞ്ഞെടുപ്പ് വളരെയധികം ഒരു ശ്രദ്ധ ആകർഷിക്കാൻ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ഇത്രയും നീണ്ട ഷെഡ്യൂൾ എന്ന് പറയുന്നത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും വളരെയധികം വെല്ലുവിളികൾ ഉയർത്തും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത്രയും ദിവസത്തെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒപ്പം ഇത്രയും നീണ്ടു നിൽക്കുന്ന ദിവസങ്ങളിലേക്കുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തകരെ കിട്ടുന്ന കാര്യവും വളരെയധികം ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. ഒപ്പം ഈ പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന സാമ്പത്തികം, ഒപ്പം പ്രവർത്തകരെ ഒപ്പം നിർത്തുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ ഇനി വരും ദിവസങ്ങളിൽ നേടാൻ പോകുന്ന വെല്ലുവിളികളാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതിന് നിന്നും ഒരു മുന്നണിയും പ്രവർത്തകരും വിധി വിലക്കല്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ്, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ ദിശയും രൂപവും എല്ലാം മാറും. ദേശീയ നേതാക്കന്മാർ
ഒരുപാട് പേർ ഈ സംസ്ഥാനത്ത് ഇനിയും വന്ന് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. അപ്പോൾ അതിനെല്ലാം വേണ്ടി വരുന്ന ആ ഒരു സാമ്പത്തികവും ഒപ്പം തന്നെ ആ പ്രചരണ പ്രവർത്തനങ്ങളും കേരളത്തിലെ വോട്ടിങ്ങിൻ്റെ നിലയിൽ വളരെയധികം വർധനവുണ്ടാക്കുകയും റെക്കോർഡ് പോളിംഗിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇനി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവർക്ക് വളരെ ചടുലമായ രീതിയിൽ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള അവസരമാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വേണ്ടതിലധികം സമയവും കൂടി അവർക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രവർത്തകരെ സജ്ജമാക്കി നിർത്തേണ്ട ചുമതല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മുന്നണികൾക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഇവിടെ ഉണ്ട്.